ഹലോ ഗേസ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ പോയംകുട്ടിയിലേക്കാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പോയംകുട്ടിയിൽ എത്തിച്ചേരാം. ഈ കാണുന്നതാണ് കുട്ടമ്പുഴ ടൗൺ. ഇവിടെ നമുക്ക് ബോർഡ് കാണാം പോയംകുട്ടിന്ന്. ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഈ കാണുന്നതാണ് കുട്ടമ്പുഴ പാലം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത്. പോയംകുട്ടി പോകുന്ന വഴി ഇതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നിടമെല്ലാം ജനവാസ മേഖലയാണ്. വനത്താലും വെള്ളത്താലും ചുറ്റപ്പെട്ട കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പോയംകുട്ടി. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കും നമുക്ക് വനമേഖലയിലേക്ക് എത്തിച്ചെല്ലാൻ സാധിക്കുന്നത്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല റോഡുകളാണ്. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട പെരിയാറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് ഒരു ജീപ്പ് കാണാൻ സാധിക്കും, ഒരു തോണി, വളരെ മനോഹരമായ നദി. ഈ നദിക്കപ്പുറം ആദിവാസി ഊരാണ്. അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കയറ്റിയ ജീപ്പ് 2 കെട്ടിയ തോണികൾക്ക് മുകളിലൂടെ നദിക്ക് കുറുകെ പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വഴി KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും എല്ലാം ഓടുന്നത് തന്നെയാണ്. എപ്പോഴും 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടാവത്തില്ലായിരിക്കും, എന്നാൽ തന്നെയും നല്ല ബസ് സൗകര്യങ്ങളൊക്കെ ഉള്ള റൂട്ട് തന്നെയാണിത്. ഇപ്പോൾ കാണുന്നത് നല്ല റോഡാണെങ്കിലും നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഓഫ് റോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരുപാട് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ചപ്പാത്ത് നമ്മളിൽ പലർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും. ഈ കാണുന്ന പോയംകുട്ടി ചപ്പാത്തിലൂടെയായിരുന്നു പുലിമുരുകൻ, ശിക്കാരി തുടങ്ങിയ സിനിമകളുടെ എല്ലാം പല ലൊക്കേഷനുകളും ചിത്രീകരിച്ചിരുന്നത്. ഇത് ഒരു അടിപൊളി പാലമാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പോയംകുട്ടി പാലമാണ്. കൈവരിയോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നദിക്ക് കുറുകെയാണ് ഈ പാലം. നല്ല അടിയൊഴുക്കുള്ള പുഴയാണിത്. ചുറ്റും വനം. പുഴയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇറങ്ങി കുളിക്കരുത്, കാരണം നല്ല ഒഴുക്കുണ്ട്. മഴക്കാലത്തൊക്കെ ഈ പാലത്തിന് മീതെ കൂടി വെള്ളം കയറുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പാലം ക്രോസ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് മണികണ്ഠൻ ചാലിലോട്ടാണ്. പുലിമുരുകൻ ഷൂട്ട് ചെയ്ത് അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല. അതിന് ഫോറസ്റ്റുകാരുടെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. അവിടെ നമുക്ക് ഈ കാണുന്നതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടുന്ന് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് കാണാനായിട്ട് പ്രത്യേകിച്ച് വലിയ സ്പോട്ടുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ വഴിക്ക് ആദ്യമായിരുന്നു. ഇവിടുന്ന് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് വലിയ മരങ്ങളും, നമുക്ക് 2 വശങ്ങളിലായിട്ട് വലിയ മരങ്ങളും, പിന്നെ ഇതൊരു ചെറിയ ജനവാസ മേഖലയുള്ള സ്ഥലം തന്നെയാണിത്. മുൻപോട്ട് പോയാലും നമുക്കിനി എന്താ കാണാനുണ്ടാവുക എന്ന് നമുക്ക് അറിവില്ലാത്തതിനാൽ തന്നെ നമ്മൾ തിരിച്ചു പോവുമായിരുന്നു. പ്രകൃതിയുടെ കാനന ഭംഗി ഇഷ്ടപ്പെടുന്നവർ, ഡ്രൈവൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കെല്ലാം വരാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്.